സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഫാമിലി എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിൻ ഇല്ല, അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ PR തേടി വരുന്ന ആളുകൾക്ക് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആണല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് വരാനല്ലല്ലോ താല്പര്യപ്പെടുന്നത്, ഫാമിലിനെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഫാമിലിനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ, അതോ എനിക്ക് ഇവിടെ വന്നിട്ട് PR ഒക്കെ ആയതിനു ശേഷം മാത്രമേ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ? എങ്ങനെയാണത്? ഓസ്ട്രേലിയ കൂടുതലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാമിലി. ഓക്കെ, നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. പക്ഷേ ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ട്ണറും കിഡ്സും അടങ്ങുന്നതാണ് ഫാമിലി. നമുക്ക് ഫാമിലി എന്ന് പറയുന്നത് പേരൻസും കൂടെ ചേർന്നതാണ്, അല്ലേ? ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് പാർട്ട്ണർ ആൻഡ് കിഡ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പാർട്ട്ണറിന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരേ ഒരു കാര്യം മാത്രം പ്രൂവ് ചെയ്താൽ മതി: ജെനുവിൻ ആൻഡ് കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ്. ഇത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ മലയാളികൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടുവരുന്നത് മലയാളികൾക്കിടയിൽ പാർട്ട്നേഴ്സ്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ജെന്യുവൻ ആൻഡ് കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെ? നമ്മൾ കാണുന്ന 99% അങ്ങനെയാണ്. പക്ഷേ ഓസ്ട്രേലിയയിലും മലയാളികളും മാത്രമല്ലല്ലോ, ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണറിനെ ഇവർ പലതരത്തിലുള്ള ആസ്പെക്ട്സ് ഓഫ് ദ റിലേഷൻഷിപ്പ് നോക്കും. സോഷ്യൽ ആസ്പെക്ട്, ഫൈനാൻഷ്യൽ ആസ്പെക്ട്, ഡൊമസ്റ്റിക് ആസ്പെക്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പാർട്ട്ണർ ആണ്, ഇതൊരു ജെനുവിനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട്ണറിന് വരാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് 18 വയസ്സ് 23 വയസ്സ് വരെ, കുട്ടികൾക്ക് 18 വയസ്സിന് മുതൽ 23 വയസ്സിന് ഇടയ്ക്ക് നമ്മൾ നല്ലോണം സബ്സ്റ്റാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർക്കും കൂടെ മൈഗ്രേറ്റ് ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്. ഒരു പിന്നീട് വരേണ്ടതായിട്ടില്ല. ഇവർ ഈ പാർട്ട്ണറിനെ അസസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? പാർട്ട്ണറെ അസസ് ചെയ്യാനായിട്ട് അവർ നോക്കും ഇതൊരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് ആണോ, അതായത് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് അതേഴ്സ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡിഫാക്ട് റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ, അതായത് മാരീഡ് അല്ല പക്ഷേ ദേ ആർ ലിവിങ് ടുഗദർ. അപ്പം അങ്ങനെയുള്ള, അപ്പോൾ ഒരു 12 മാസത്തെ റിലേഷൻഷിപ്പാണ് നോക്കുന്നത് ഡിഫാക്ടോയിൽ. ഈ സമയത്ത് ഇവർക്ക് ഒരു പാർട്ട്ണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമല്ല. പൊതുവെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, വഴിയില്ല. മാരേജ് സർട്ടിഫിക്കറ്റും ചിലപ്പോൾ കുട്ടികളും ഉണ്ടാവും, അതിലും കാര്യമില്ല. എന്നാലും തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ പറഞ്ഞ ആസ്പെക്ട്സ്, ഇത് ലെജിസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട്. സ്പൗസ്, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഈ ഡെഫിനിഷൻ മീറ്റ് ചെയ്യാതെ, അത് ചില ഇൻ്റർവ്യൂസിലൊക്കെ പാർട്ട്ണറിൻ്റെ അമ്മയുടെ പേരെന്താണ്, അല്ലെ പാർട്ട്ണർ എവിടെയാണ് പഠിച്ചത്, ചില സമയത്തല്ലേ നമുക്ക് അറിഞ്ഞോണം എന്ന് നിർബന്ധമില്ല. ഫോർ ദം ഇതറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അമ്മയുടെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ, വി തിങ്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ജെന്യുവൻ റിലേഷൻഷിപ്പ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.